This is our first principal residence. He was a great man. College belief എന്താണെന്ന് വെച്ചാൽ every year ഓരോ സ്റ്റുഡന്റിനും അദ്ദേഹം സിംഹത്തെ പോലെയാണെന്നാണ്. And that student will be an achiever. You may be one of them. Library, one of the best in the state. Ideas room. Every year we implement one best idea coming from new students. Department of Electronics and Communication Engineering. Now for IT research. And here we are. State-of-the-art robotics lab. താൻ നന്നായി പാടി. സൂപ്പർ. താങ്ക്സ്. പേരുകൾ പറയടാ. അർജുൻ സർ, ബാലു സർ, ചന്തു സർ, മധു സർ. ഡേയ് എല്ലാരും സല്യൂട്ട് ചെയ്യടാ. മധു ഇവിടെ വാ. ഇവിടെ ഇരിക്ക്. സല്യൂട്ട് ചെയ്യുന്ന അങ്ങനല്ല, കൈ എത്ര തല ഒന്നിച്ചില്ലടാ. അറ്റൻഷൻ. ജമ്പ് അപ്പ്. Oh mighty seniors, we are dirty juniors, we salute you sir. Oh mighty seniors, we are dirty juniors, we salute you sir. Oh mighty seniors, we are dirty. ഏയ് എന്തിനാ ചിരിക്കുന്നത്? ഫസ്റ്റ് ഡേ കോളേജിലേക്ക് ആണുങ്ങളെ പോലെയാണോ വരുന്നത്? 1000 ടൈംസ് ഇമ്പോസിഷൻ എഴുതിക്കോ, ഇനി ഈ കോലത്തിൽ കോളേജിലേക്ക് വരില്ലെന്ന്. നാളെ പട്ടുസാരി കൊടുത്തോണ്ട് വന്നേക്കണം. നീ കേട്ടല്ലോ? ഇവിടെ വാടാ. ഏയ് നിങ്ങളോടല്ലടാ, നിങ്ങൾ ഞാനാടാ. എന്താടാ ഡബിങ് വേണോ? ചുണ്ടനങ്ങുന്നുണ്ട്, സൗണ്ട് ഇല്ലടാ. നിന്റെ പേരെന്താ? മണിയപ്പ കണിയുന്ന എന്റെ പേര്. എനിക്ക് ഇംഗ്ലീഷ് ശരിക്കും അറിയില്ല. എന്താടാ കളിയാക്കോ? അല്ല സാർ. നിന്റെ വീട് എവിടെയാടാ? ശ്രീകാകുളത്ത് നിന്ന് പിന്നെ അകത്തേക്ക് കുറെ പോണം. മലയാളം മീഡിയ? ആ അതെ സാർ. കുറെ മൈക്കിൾ ജാക്സന്റെ സി ഡി വാങ്ങിച്ച് 50 പാട്ടിന്റെ ലിറിക്സ് എഴുത്. സാർ അതാരാണെന്ന് മനസ്സിലായില്ല സാർ. ഹലോ, എന്തു പറ്റി? സാർ ആ പേരൊന്നുകൂടി. ഇടാ പോടാ സാർ പോടാ. വാടാ. സാർ ആ പേരൊന്ന് പറഞ്ഞു തരാമോ സാർ? മൈക്കിൾ ജാക്സൺ ആടാ. എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഞാനും ശ്രീകാകുളത്തുകാരനാ. എനിക്കും ആദ്യം ഇംഗ്ലീഷ് ഒന്നും വലിയ പിടിയില്ലായിരുന്നു. കോളേജിൽ വന്നതിന് ശേഷം എല്ലാം പഠിച്ചത്. നിനക്ക് ഇവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഒന്ന് ചിരിക്കടാ, നല്ലോണം ചിരിക്കടാ. അതുകൊണ്ടല്ല സാർ, എനിക്ക് സാരി ഉടുക്കാൻ അറിഞ്ഞൂടാത്തോണ്ട്. സാരി ഒന്നും ഉടുത്ത് ശീലിക്കരുതെന്ന് പപ്പയും മമ്മയും പറഞ്ഞിരിക്കുന്നു. ഓക്കെ റിലാക്സ്. എന്തിനാ ഇങ്ങനെ കരയുന്നത്? നമ്മുടെ സംസ്കാരവും പാരമ്പര്യവും ഒക്കെ വല്ലപ്പോഴും ഓർക്കുന്നത് നല്ലതാ. എന്നാ ക്ലാസ്സിലേക്ക് ചെല്ല്, കരയണ്ട. വേഗം ചെല്ല്, ക്ലാസ് തുടങ്ങാറായി. ഇന്ന് ഞങ്ങളുടെ എല്ലാം ബാഗ് ചുമക്കേണ്ടത് നിങ്ങളാ. എടുക്കടാ. എന്താടാ നിന്ന് ചെറിയുന്ന? ഞാൻ MLA മോഹനവർമ്മയുടെ മോനാ. സീരിയസിന്റെ അവന്റെ കളി. മന്ത്രിയുടെ മോനെ ഞങ്ങള് സെപ്റ്റി ടാങ്കിലായിട്ടത്. അത് മൂടിയത് നിന്റെ ഭാഗ്യം. ഇവിടെ പൊണ്ണത്തടിയന്മാരെ, നിനക്കൊക്കെ എന്തിന്റെ സൂക്കനാണോ? ഏത് ഭാഷയിലായാലും എനിക്ക് ഇഷ്ടമില്ലാത്ത ഏക വാക്കാടാ നീ ഇപ്പൊ പറഞ്ഞത്. സർ വേണ്ട സർ വേണ്ട സർ, ഒന്നും ചെയ്യരുത് സർ പ്ലീസ് സർ കട്ടിയില്ലേ സർ കട്ടിയില്ലേ സർ കട്ടിയില്ലേ സർ കട്ടിയില്ലേ സർ. എന്റെ മുടി. എങ്ങനെയുണ്ട്? ബോറാണോ? ശരിക്കും ഒരുപാട് ബോറാണോ? ഇത്ര ടെൻഷൻ ആവുന്ന എന്തിനാ? ഓ ആ തടിപാടൻ എന്റെ കൈ കൊണ്ടേ ചാകുള്ളൂ. ഏയ് ഇതാ നല്ലത്. അപ്പൊ എന്റെ ഫേസ് ഓക്കെ ആണോ? സത്യമാണോ? സീരിയസ് ആയിട്ട് പറ പ്ലീസ്. പറഞ്ഞ നീ കേട്ടില്ലേ? വെള്ളത്തിൽ വീണ കോഴി പോലെ തന്നെ ഉണ്ട്. താങ്ക് യു സോ മച്ച്. അതിന് കുറച്ച് മുടി പോയെന്ന് പറഞ്ഞ് ഗ്ലാമറിന് എന്ത് കുഴപ്പമാ? എന്താ കുഴപ്പാ? ആ പൊണ്ണ തടിയിലെ ഞാൻ വെറുതെ വിടൂല. അവനിട്ട് പണി കൊടുത്തില്ലെങ്കിൽ എന്റെ പേര് രാജേഷ് എന്നല്ല. നീ നോക്കിയോ? ഇവിടെ വേടാ. എന്തോന്നാ ഇത് ചെലക്കുണ്ടി എണീറ്റ് വന്ന പന്നിയെ പോലെ ഇരിക്കണത്? ഇങ്ങനെയാണോ കോളേജ് വരുന്നത്? നീ ഇത് എവിടുന്ന് ഇപ്പൊ പൊട്ടി മുളച്ചത്? ഞാൻ സീനിയറാടാ. പോയി കുളിച്ചിട്ട് പോടാ. നിന്റെ ബ്രാഞ്ച് ഏതാടാ? മെക്കാനിക്കൽ. അച്ഛൻ ഡിഫൻസില്. അമ്മ എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫ്. ഡേയ് നമ്മളാളാ വിട്ടേക്ക്. ഹായ് പ്രവീൺ. ഫ്രണ്ടാ? ആയരെ പോയി കിട്ടിയളിയാ. ലഞ്ച് കഴിഞ്ഞോ? ഇല്ല. എന്നാ വാ. ആ പാട്ട് പാടിയപ്പോ സൽവാർ അല്ലാതെ
ദാവണി കൊടുക്കായിരുന്നില്ലേ? ഓക്കെ സർ. നാളെ വരുമ്പോ ദാവണി എടുത്തോണ്ട് വരണം. ആക്ച്വലി എന്റെ കയ്യിൽ ഇപ്പോഴതില്ല, പഴയതേതോ. മാധു, ഞാൻ പറയുന്നേക്ക്, ഐ എം എ സീനിയർ. ഓക്കെ ഓക്കെ. ആട്ടെ, ഇവിടെ ആരെങ്കിലും പരിചയക്കാരുണ്ടോ? ഐ മീൻ ഫ്രണ്ട്സ്? എന്ന് ചോദിച്ചാ ചന്തുവിനെ അറിയാം. ചന്തു ആരടാ? ഞാനാ സർ. മുഴുവൻ പേരെന്താന്ന് പറ. ചന്ദ്രശേഖർ സർ. ചന്ദ്രശേഖർന്ന് വിളിക്കണം, മനസ്സിലായോ? ശരി സർ. ക്ലാസ്സിപ്പോ മാധു എവിടെ പഠിച്ചേ? ഹോളി ഏഞ്ചൽസ്. എത്ര പെർസെന്റേജ് ഉണ്ടായിരുന്നു? 90%. റാങ്ക് എത്രയായിരുന്നു? പേരൊന്ന് പറയോ? എന്താടാ ചോദിച്ചത്? ഒന്നുകൂടെ ചോദിച്ചേ. അല്ല, പേരൊന്ന് പറയാവുന്ന. നീയാണ് കൊള്ളാമല്ലടാ. വന്ന് കയറണതിന് മുമ്പ് എന്റെ പെണ്ണിന്റെ പേര് തന്നെ അറിയണം അല്ലേ? എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നിയോണ്ടാ സാർ. എന്താടാ ഇൻട്രസ്റ്റ് തോന്നിയോ? യു ബ്ലഡി ബിച്ച്. നിന്റെ ഷർട്ട് ഊരടാ. ഇത്ര ധൈര്യം എന്താണെന്ന് ഒന്ന് നോക്കട്ടെ. എന്തൊരു ബോഡിയാണെന്ന് നോക്കണേ. എന്നിട്ട് മൈക്ക് ടൈസൺ ആണെന്നാ വിചാരം. ഒന്ന് ഊതിയാ പറന്നു പോവില്ലടാ നീ. എന്നാലും എന്റെ ഗേൾ ഫ്രണ്ടിന്റെ പേരറിയണം അല്ലടാ. സഞ്ജയ്, നവീൻ, മതിയാക്കടാ. അവര് ക്ലാസ്സിൽ പോട്ടെ. നിങ്ങൾ ചെല്ലേ. നീ സൂക്ഷിച്ചോ. റാഗിംഗ് കൊണ്ട് ചില നേട്ടങ്ങളുണ്ടായി. ഞങ്ങൾ ഫ്രഷേഴ്സ് എല്ലാവരും കൂടുതൽ പരിചിതരായി. മധു, ശങ്കർ, രാജേഷ്, അപ്പു, ബാലു, അർജുൻ, അതായത് ടൈസൺ. എന്തായാലും അന്ന് മുതൽ ഞങ്ങൾ എല്ലാവരും നല്ല സുഹൃത്തുക്കളായി മാറി. അവിടെ നിക്കടാ. ഡാ, ഈ അസൈൻമെന്റ്സ് എല്ലാം 2 hours കംപ്ലീറ്റ് ചെയ്ത് തരണം. ഞങ്ങൾക്ക് 10 കോപ്പിയാ വേണ്ടത്. പോയി എഴുതിക്കൊണ്ട് വാടാ. സർ, ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ട് സർ. നിർത്തടാ. ഞങ്ങൾക്ക് കൊണ്ടുവരാ. മിണ്ടാതെ പോയി എഴുതിക്കോ. 2 hours എഴുതിക്കണം. മനസ്സിലാടാ? ഡേ വാടാ. നമ്മൾ ആരും ക്ലാസ് അറ്റൻഡ് ചെയ്യാതിരുന്ന അങ്ങനെയാടാ. ഞാൻ പൊയ്ക്കോടാ. എനിക്ക് ബ്രാഞ്ച് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാ. കമ്പ്യൂട്ടർ സയൻസ് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ആണ്. എനിക്ക് ടോപ്പ് ചെയ്യണം, അതുകൊണ്ടാ. ശരി, നീ പൊക്കോ. താങ്ക്സ്, ബൈ. ഇതെന്ത് പറ്റിയതാ? MLA-യുടെ മകനാണെന്ന് പറഞ്ഞു, അത്ര തന്നെ. ഇയാളത്ര ഞെളിയൊന്നും വേണ്ട. സാരി എടുത്തോണ്ട് വരാൻ പറഞ്ഞ പാവന്മാരുടെ മുമ്പിൽ ഇരുന്ന് മോങ്ങുമല്ലായിരുന്നോ? ആ തടിമാടനെ ഉണ്ടല്ലോ, അവനെ ഞാൻ വെറുതെ വിടുമെന്നാരും കരുതണ്ട. ഞാൻ ആരാണെന്ന് അവനെ കാണിക്കാം. അതെന്താ നീ എഴുതുന്നില്ലേ? ഐ ഗോട്ട് ഇറ്റ്. ഒറ്റ തവണ ഞാനത് ക്യാച്ച് ചെയ്യും. അത് സത്യോ. ഫസ്റ്റ് ഡേ തന്നെ സീനിയറിനെ ലൈൻ അടിച്ച പാർട്ടിയാ. ചിരിക്കണ്ട, എഴുത്. 您只需在听到声音信号时，选择15号频道即可。 ആഹാ, ഇത്ര പെട്ടെന്ന് തീർത്തോ? അവൻ അങ്ങനെ മോനെ, ചെയ്യുന്ന ജോലി വളരെ വേഗത്തിൽ തന്നെ തീർക്കും. ഇഷ്ടമല്ലാത്തത് നോക്ക് പോലും ഇല്ല. അമ്മേ, മോനെ, നാളെ മുതൽ ഇവന്റെ കാര്യങ്ങളെല്ലാം നീ ഒന്ന് നോക്കിക്കോണേ. ദിവസവും കോളേജിൽ വന്ന് എനിക്ക് ഇങ്ങനെ നിൽക്കാൻ കഴിയാത്തോണ്ടാ. അവന്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ എനിക്ക് പറ്റില്ല. എന്നെ കൊണ്ട് കഴിയാവുന്ന ചെയ്യാവുന്നേ ഉള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് എന്റെ ലൈഫ് നോക്കണ്ടേ? എന്റെ വീടങ്ങ് ശാസ്ത്രനഗറിലാ. വീട്ടിലെത്തുമ്പോഴേക്ക് രാത്രിയാവൂലേ? നിങ്ങൾ എവിടെ താമസിക്കുന്നേ? കൈമനം. ഏയ്, ഞാൻ എന്റെ എഴുതിക്കോളാം, നീ നിന്റെ എഴുത്. ഓക്കെ? അത് കണ്ടില്ലേടാ, അവൻ നിനക്ക് എന്തിനാ എഴുതി തരുന്നത്? നീ അവരുമായിട്ട് വഴക്കുണ്ടാക്കിയപ്പോ സീനിയേഴ്സ് ആണെന്ന് പോലും നോക്കാതെ നിന്റെ കൂട്ടുകാർ എന്തിനാ നിന്നെ ഒറ്റയ്ക്കാക്കാതെ നിന്റെ കൂടെ തന്നെ നിന്നത്? ഇതിനെയാ മനുഷ്യത്വം എന്ന് പറയുന്നത്. അത് നിനക്കില്ലെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. നിനക്ക് വലുത് നിന്റെ കാര്യങ്ങളാണെന്ന് നീ പറഞ്ഞില്ലേ? അതെന്നും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. മോനെ, എഴുന്നേറ്റ് വാടാ, വീട്ടിലേക്ക് പോകാം. ഇനി ഇതൊന്നും എഴുതേണ്ട കാര്യം നിനക്കില്ല. അമ്മേ, നിന്നെ കൈമലത്ത് എവിടെയായിട്ടാ വീട്? ഹൗസിംഗ് ബോർഡ് കോളനിയിൽ. ബാലു വാടാ, വാ. ഈ ചന്തു, യു ഡിഡ് ദ റൈറ്റ് തിങ്. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. നീ ചെയ്തത് നല്ല കാര്യം. എഴുതി കഴിഞ്ഞില്ലടാ. അങ്ങനെ കോളേജിലെ ആദ്യ ദിവസം കഴിഞ്ഞു. കുറച്ച് പ്രശ്നങ്ങളും ഏറെ തമാശകളുമായി എങ്ങനെയൊക്കെയോ സമയം പോയി. അമ്മേ, അമ്മേ, എന്താടാ? എനിക്ക് ഹാഫ് സാരി വേണം. ഇത് മതിയോ? ഇട്ട് നോക്ക. ഇതോ? സൂക്ഷിച്ചു വെച്ചിരുന്നത് കൊണ്ടല്ലേ ഇപ്പൊ ഉടുക്കാൻ പറ്റിയത്. ഉടുത്തോ ലക്ഷ്മി ദേവിയെ പോലെ ഉണ്ട്. മാധു തന്റെ 8ാം ക്ലാസ്സിലെ പാവാടയോടും ഹാഫ് സാരിയോടും ഗുസ്തി പിടിക്കുന്നു. ശങ്കർ ഇപ്പോഴേ ഫൈനൽ എക്സാമിന്റെ ലെവലിൽ ഉറക്കം വിളച്ച് പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നു. രാജേഷ് ആണെങ്കിൽ ആ തടിയനിട്ട് എങ്ങനെ പണി കൊടുക്കാമെന്ന് ആലോചിച്ച് തല പുണ്ണാക്കുകയാണ്. രാജേഷിനെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ ടൈസൺ അവന്റെ പരീക്ഷണശാലയിലും.
ഉടുക്കാൻ അറിയില്ല അല്ലേ? അതെ, നിന്റെ നമ്പറൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. സോറി, അത് സാരി ഉടുക്കുമ്പോ നാളെ രാവിലത്തേക്ക് വാഷ് ചെയ്ത് നീറ്റാക്കി ഇത്തിരി ഇട്ട് തന്നേക്കണം. സീനിയേഴ്സിനെ അത്ര വേഗം ഫുള്ളാക്കാൻ കഴിയില്ലെന്ന കാര്യം അപ്പുവിന് നന്നായി മനസ്സിലായി. ചന്തു, നീയാ ശരിക്കും ഞങ്ങൾക്ക് നല്ലൊരു പാർട്ടി തരേണ്ടത്. അതെ, ഈ ബർത്ത്ഡേ കൊണ്ട് ആകെ ഗുണമുണ്ടായത് നിനക്ക് മാത്രമല്ല. തരാടാ. പോകില്ലണ്ണ. ഏയ്, എന്താ കാര്യം? ഭാര്യ ഒറ്റയ്ക്കേ ഉള്ളൂ, ഒതുക്കാൻ പോകണം. ശരി, എന്നാ വേഗം പോയി ഒതുക്ക്. ചെല്ല്. ഓ, അവൻ ഒതുക്കാൻ പോവാന്ന് പറഞ്ഞത് ഓട്ടോയുടെ കാര്യമാണോ അതോ ഭാര്യയുടെ കാര്യം? വേറെ വണ്ടി വരോടാ. ചന്തു അത് രാജേഷിനെ എല്ലാരും ഒരുമിച്ച് നിൽക്കണേ. ശങ്കർ, ചന്തു, ടൈസ, ഓടിക്കോ. നീ സംഗീത കൊണ്ടായിട്ട് വിട്ടേക്ക്. ചന്തു, നിനക്ക് എന്റെ പെണ്ണിനെ തന്നെ വേണം അല്ലേടാ? Bloody you. രാത്രി എന്താണ് അവിടെ? ടൈസൺ, പൊക്കടാ ചന്തു. ഹായ് ചന്തു. മധു, പുറത്തേക്ക് വാ. എന്തു പറ്റി? പുറത്തേക്ക് വാ, പറയാം. എന്താ പറ്റിയേ? ഡെറ്റോൾ ഉണ്ടെങ്കിൽ പോയി എടുത്തോണ്ട് വാ. എന്താ പറ്റിയത് പറ. എടുത്തോണ്ട് വാ, പറയാം. ഇനിയെങ്കിലും ഒന്ന് പറ ചന്തു. മുഴുവൻ സീനിയേഴ്സ് ഇറങ്ങിയിരിക്കുക. ഇതെന്താ ഗുണ്ടായിസോ? പോലീസിൽ കംപ്ലൈന്റ് ചെയ്യണം. മാധു, കുറച്ച് കോട്ടൺ തന്നെ. ഒരു സെക്കൻഡ്. ഏയ് ശങ്കർ, നീ ഓക്കെയാ? ആയി നോക്കടാ. താങ്ക്സ് മാധു, ഐ വിൽ ഡു ഇറ്റ് യാർ. കുഴപ്പമില്ല, ഞാൻ കെട്ടിത്തരണം. നീ തുടരുത്. എടാ, നീ ചെയ്തത് വലിയ തെറ്റ് തന്നെയാടാ. ഇവരുടെ എല്ലാം മുന്നിൽ വെച്ച് തൽക്കാലം ഞാൻ ഒന്നും പറയുന്നില്ല. നീ ശരിക്കും അവരെ കണ്ട് ഭയന്നിട്ടാണ് അവിടുന്ന് ഓടിപ്പോയിരുന്നെങ്കിൽ ഞാനത് മനസ്സിലാക്കിയേനെ. എന്നാൽ സംഗീതയുടെ ആങ്ങളെ പറഞ്ഞോണ്ടല്ലേ നീ എങ്ങനെ ചെയ്തത്? അതാ എനിക്ക് വിഷമമായത്, ശരിക്കും വിഷമമായത്. ഞാൻ നിന്നോട് ഇപ്പോഴേ പറഞ്ഞേക്കാം, അവള് നിന്നെ ചീറ്റ് ചെയ്യും. ആ ഫാമിലിയെ ഡേഞ്ചറസാ. ഇടാ, അവരിത് അറിഞ്ഞാൽ നിന്നെ വല്ല കായലിലും കെട്ടിത്താഴ്ത്തും. അവളെ മറക്കുന്നതാ നിനക്ക് നല്ലത്. ചന്തു, വാ, എഴുന്നേക്ക്. ടൈസ, വാടാ. വരുന്നു. ഓക്കെ, ഗുഡ് നൈറ്റ് മാധു. ചന്തു, ആ, സോറി. എല്ലാം ഞാൻ കാരണമല്ലേ? ഏയ് ഛേ, എല്ലാവരും തമാശയാണെന്നാ ഞാൻ കരുതിയത്. പക്ഷെ ഇത്രയും സീരിയസ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അവരിത്രയും ഡേഞ്ചറസ് ആൾക്കാരാന്ന് അറിഞ്ഞില്ല ചന്തു. നീ അകത്തേച്ചല്ലേ? ഇറ്റ്സ് ഓൾ റൈറ്റ് മാധു. അയ്യേ, അതിന് നിനക്ക് അറിയുന്നേ? ടു മച്ച് മാധു. ചെല്ലേ, ചെന്ന് ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങ. ചെല്ലേ, നടക്ക്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഭയം എന്ന വികാരം ജീവിതത്തിൽ എത്ര ഡേഞ്ചർ ആണെന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത്. ഇത്രയും നാളും സീനിയേഴ്സ് എന്നും റാഗിംഗ് എന്നും ഒക്കെ കേട്ടാൽ വല്ലാത്തൊരു ഭയമായിരുന്നു. എന്നാൽ എന്തോ അന്നു മുതൽ ഞങ്ങളുടെ മനസ്സിൽ നിന്നും ഭയം എന്നേക്കുമായി ഇല്ലാതായി. അടികൊണ്ടു എന്നുള്ളത് സത്യമാണ്, പക്ഷെ അതോടെ ഞങ്ങൾ കോളേജിൽ ഹീറോസായി മാറുകയായിരുന്നു.
ഫ്രഷേഴ്സിന് അതൊരു വലിയ ആവേശമായി. സീനിയേഴ്സ് ആകെ അസ്വസ്ഥരായി. പക്ഷേ അവരുടെ എതിർപ്പുകളൊന്നും ഞങ്ങൾ കൂട്ടാക്കിയില്ല. നിങ്ങൾ എന്താ ചെയ്തത്? ഏതോ മാഫിയ ഗാങ് പോലെ രാത്രിയിൽ വളഞ്ഞു തല്ലിയിരുന്നില്ലേ ഇവരെ? അവിടെ നിൽക്കാൻ, ഞങ്ങൾ പറയുന്നത് കേൾക്ക്. വരൂ, നമുക്ക് ക്യാൻറ്റീനിൽ പോയിരുന്ന് എല്ലാം പറഞ്ഞ് സോൾവ് ചെയ്യാം. മോനെ ചന്തു, ഞാൻ പറയുന്നത് കേൾക്ക്. നിങ്ങൾ ക്യാൻറ്റീനിലേക്ക് വാ, നമുക്ക് അവിടെ സെറ്റിൽ ചെയ്യാം. ചന്തു, പറയുന്നത് കേൾക്ക്. നാളെ രണ്ടു കൂട്ടർക്കും ദോഷം ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാ വന്നേ. സീനിയേഴ്സിനെ തല്ലിയവനെ കൊല്ലിയായിരുന്നു വേണ്ടത്. ഇവന്മാർക്ക് വക്കാലത്ത് പറയുന്നത് എന്തിനാ ശേഖർ? തൽക്കാലം ഇവന്മാരെ ഞങ്ങളൊന്ന് തലോടി വിട്ടെന്നേ ഉള്ളൂ. ഇനിയും കളിച്ചാൽ കളി ശരിക്കും ഞങ്ങൾ പഠിപ്പിക്കും. നീക്ക് എന്ത് കളി പഠിപ്പിക്കാനാണ്? 40 പേര് ചേർന്ന് 4 പേരെ തല്ലുന്ന അത്ര വലിയ ആനത്തൊന്നുമല്ല. ചന്തു, അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത്? നീ എന്തിനാ നവീനെ തല്ലിയത്? അറിയാതെ സംഭവിച്ചു പോയതാ ശേഖർ. ഞാൻ അതിന് സോറി പറഞ്ഞതുവാ. അറിയാതെയൊന്നും അല്ല ശേഖർ. നവീൻ എന്നെ ഡിസ്റ്റർബ് ചെയ്തപ്പോഴാ ചന്തു അങ്ങനെ ചെയ്തത്. മധു, സ്റ്റേ ഓഫ് ഇറ്റ്. ഓക്കെ, അവൻ പെൺകുട്ടിയുടെ മുന്നിൽ ആളാവൻ നോക്കായിരുന്നു. ഇവൻ എന്റെ ലവറിനെ ഡിസ്റ്റർബ് ചെയ്തതോ? ഇവനെയൊക്കെ ഇത്ര ചെയ്തത് ശരിയല്ലടാ. സീനിയേഴ്സിനെ തല്ലിയ തെറ്റെന്നെയാ. വേഗം അവരോട് മാപ്പ് പറയ, എന്നിട്ട് എല്ലാവരും ക്ലാസ് പോടാ. നാളെ നിങ്ങളുടെ ജൂനിയേഴ്സ് നിങ്ങളോട് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഉണ്ടായിരിക്കുമോ? ആരും അടങ്ങിയിരിക്കാൻ പോകുന്നില്ലല്ലോ. ചെല്ലടാ, ചെല്ലി കംപ്ലൈന്റ് കംപ്ലൈന്റ് ചെയ്യുന്നില്ല, മറന്നേക്കാം. ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിൽ ഓക്കെ, അല്ലാതെ ഇനിയും ഞങ്ങളുടെ പിന്നാലെ റാഗിംഗ് എന്ന് പറഞ്ഞു വന്നേക്കരുത്. അത് മനസ്സിൽ വെച്ചാൽ മതി. നിർത്തില്ലടാ ഫ്രഷേഴ്സ്. അങ്ങനെയാണെങ്കിൽ ക്രിക്കറ്റ് ആയാലോ? ഈ നരുന്നുകളുടെ കൂടെയോ? അവർ ജയിക്കുകയാണെങ്കിൽ നോ റാഗിംഗ്. ഓക്കെ ആണോ? റാഗിങ്ങോ? റാഗിംഗ് അല്ല, എന്റെ ലവറിനെയും വിട്ടു തന്നേക്കാം. എന്താണോ നോക്കുന്നത്? വിശ്വാസമായില്ലേ? എടുത്തോ. ജയിക്കുകയാണെങ്കിൽ നീ എടുത്തോ. നമ്മുടെ ഗ്യാങ്ങിൽ സ്റ്റേറ്റ് പ്ലേയേഴ്സ് ഇല്ലടാ. നമ്മൾ പിന്നെ എന്തിനാടാ പേടിക്കുന്നത്? എന്നെ വെച്ച് നീ അവരുടെ ബെറ്റ് കിട്ടിയെന്നോ? നാടല്ലേ നിനക്ക്? ഏയ്, കാര്യമാക്കാതെ. അവനത് ജയിച്ചാലല്ലോ. നീ മിണ്ടരുത്. ഫസ്റ്റ് നീ പോയ ഡീൽ ക്യാൻസൽ ചെയ്യ്. അതുവരെ എന്നെ കണ്ടുപോരുത്. അതിനുശേഷം നീ ഇതുമാതിരി തരംതാണ രീതിയിൽ പെരുമാറുകയാണെങ്കിൽ പബ്ലിക്കാ നിന്നെ ഞാൻ ചെരിപ്പൂരി അടിക്കും. മൈൻഡ് ഇറ്റ്. ഈ മാച്ച് നമുക്ക് എങ്ങനെയും ജയിക്കണം, തോപ്പിക്കണം ആ ചെറ്റകളെ. ഒരു ഹൈടെക് ബാറ്റ് തയ്യാറാക്കുന്നുണ്ട് ഞാൻ. ടച്ച് ചെയ്താലേ പോറടാ. ആ തടിയും പോലും നല്ല പ്ലെയർ ആണത്രേ. അവനും കൂടെ ഉള്ള എന്തെങ്കിലും അളിയൻ കരുതി വെച്ചേക്കണേ. നമ്മൾ കളിച്ചാൽ ജയിക്കൂടാ. പ്ലേയേഴ്സ് ആ വേണ്ടത്, പ്ലേയേഴ്സ്. അതിന് നിങ്ങൾ വിഷമിക്കണ്ട, ഞാനും കൂടി കളിക്കാം. നേരത്തെ കളിച്ചിട്ടുണ്ടോ നീ? എന്ന് വെച്ചാൽ ആ കളി എനിക്കറിയില്ല. ഞങ്ങൾ നാട്ടിൽ കുട്ടിയും കോലും കളിക്കാറുണ്ട്. കുട്ടി എത്ര ദൂരത്തേക്ക് അടിച്ചാലും ഞാൻ പിടിക്കും. ഇവനെ നമുക്ക് ശരിയാക്കി എടുക്കടാ. കുറച്ച് ജോലിയാണെന്നേ ഉള്ളൂ. We gonna win this. അല്ലെങ്കിൽ നമുക്കാർക്ക് ഇവിടെ തലയുയർത്തി നടക്കാൻ പറ്റില്ല. ജയിക്കൂടാ, നമ്മൾ തന്നെ ജയിക്കും. ജയിച്ചാ മതി. Sanjay, come on, Sanjay! That's a bouncer. Chandu, come on, run! Come on. ഏയ് ശങ്കർ, വാട്ടർ പിടിക്കാ. ജസ്റ്റ് ടച്ച് ചെയ്ത ഫോറാടാ. ആ ഷുവർ. എന്ത് കഷ്ടമാണ് നോക്ക്. ടച്ച് ചെയ്താ പോറാ പോകുന്നത്. സഞ്ജയ്, എന്താ പറ്റിയത്? ആ തടിയിട്ട് പണിയെടുക്കാന്ന് പറഞ്ഞിട്ട് നവീൻ, കുറച്ച് ബാക്ക്. സഞ്ജയ് കുറച്ച് മുമ്പോട്ട് പോ. സഞ്ജയ്.
പന്ത് ഞാൻ പിടിച്ചേ. ലൈൻ അപ്പുറത്തല്ല, ഇപ്പുറത്തുനിന്നാ പിടിക്കണ്ട. ഓക്കെ, എന്താ പൊടിക്കുകയുണ്ട്? ആ ബാറ്റ് തൊട്ടാ 4 പോകും. നാണക്കേടായി പോയി.